എന്താ തന്നെ ഇന്നൊരു ദിവസം കൂടെ ഇവിടെ നിൽക്കാൻ പോവാണോ? ഞാൻ പറഞ്ഞത് വല്ലതും മറന്നായിരുന്നോ? അത് അത് പിന്നെ അത് എന്തത്? ഒരതുമില്ല. അത് ശരിയാ, നീ ഒരു ദിവസം കൂടെ ഇവിടെ നിന്നോ? ഞാൻ ഇവിടെ നിൽക്കുക. ആയിക്കോട്ടെ. നിങ്ങളുടെ തീരുമാനം കഴിഞ്ഞെങ്കിൽ നിങ്ങളൊന്ന് ഇറങ്ങിപ്പോയാൽ കൊള്ളായിരുന്നു. എന്റെ ഈശ്വര, ഇവളെന്നെ നാറ്റിക്കും. ഇവളിത്. എന്നാ ശരി ബൈജു, ഞങ്ങൾ ഇറങ്ങുക. കൊച്ചേ, ഇതും കൊണ്ട് മുകളിലേക്ക് ചെല്ല്. അയ്യേ, പച്ചപ്പാലോ? എനിക്ക് പച്ചപ്പാൽ ഇഷ്ടമല്ല. ഇതിൽ വല്ല ഹോർലിക്സോ ബൂസ്റ്റോ എന്തെങ്കിലും ഇട്ട് തരുമോ? ഇതിലോ? ആ, പിന്നെ ഞാൻ പച്ചപ്പാല് കുടിക്കണോ? എന്റെ പൊന്നു മോളെ, നീ കുടിക്കണ്ട. അപ്പോ എനിക്കില്ലേ? ഈശ്വര, ഇവൾക്ക് ശരിക്കും ബുദ്ധിയില്ലേ? നിനക്കുള്ളത് മോളിലുണ്ട്, അങ്ങോട്ട് ചെല്ല്. ആ ശരി, എന്നാ ഞാൻ പോവുക. ഈ വീടിന്റെ മുക്കും മൂല എനിക്കറിയാം. ഇവിടെ എങ്ങും ആരുമില്ലേ? ആഹാ, ദേ നിൽക്കുന്നു. ഈശ്വര, ഇന്നത്തെ ദിവസം 3ാമത്തെ തവണയാ കുളിക്കുന്നേ. ഇനി ഒന്നും കൂടെ പോയി കുളിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, ഒന്നും കൂടെ പോയി പല്ല് വെച്ചാലോ? ഷോ, എനിക്ക് വേണ്ടി പറയുന്നെന്നാ തോന്നുന്നേ. ഹലോ, ഈ കുരുട്ടടക്ക് ഇവിടെ ഉണ്ടായിരുന്നോ? ദൈവമേ, പറഞ്ഞതൊന്നും കേട്ട് കാണല്ലേ. കേട്ടാ ഞാൻ നാണം കെട്ട് കാണും. സേരമോളെ. അയ്യടാ, എന്തൊരു നീട്ടിവിളി. കോപ്പ് മുള്ളാൻ മുട്ടുന്നു. കോപ്പ് ഈ സമയത്ത് ഇതിന് വരത്തുള്ളൂ. ഞാനിന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. അതുവരെ വെയിറ്റ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? അതിന് ഞാനെന്ത് വേണം? ഓ, അവൾക്ക് എന്താ അല്ലേ? എന്തൊരു ബൈക്കിന്റെ ശബ്ദം. സേറ് ഉറങ്ങിയോ? സേറെ ഉറങ്ങല്ലേ, നമുക്ക് കുറെ പ്ലാൻ ഉണ്ടായിരുന്നു, മറന്നുപോയോ? ഒന്ന് ഇറങ്ങി പോടാ പറ്റി, ഞാൻ കിടന്നുറങ്ങട്ടെ. അങ്ങനെ എന്റെ കണ്ണിൽ പാറ്റ വീണു. പുറത്ത് മഴയ്ക്ക് സാധ്യതയുണ്ട്. ചിലപ്പോ ഇതായിരിക്കും എന്റെ ഇവിടുത്തെ അവസാനത്തെ ദിവസം. അന്നേ, ഇവളെന്നെ അന്നേന്നോ? ഞാൻ കേട്ടത് മാറിപ്പോയോ? ഇവളായതുകൊണ്ട് അന്നയ്ക്ക് പകരം ചിലപ്പോ പന്നാന്നായിരിക്കും വിളിച്ചത്. അമ്മാതിരി സാധനല്ലേ. എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു. എന്നോടാണോ? എന്നോടോ? ഇവൾക്കിനി ആള് മാറിപ്പോയത് വല്ലതുമാണോ? കാര്യം എന്താന്ന് വെച്ചാ, എനിക്ക് നിന്നോട് സോറി പറയണമായിരുന്നു. എന്തിന്? എല്ലാത്തിനും. ഞാൻ നിന്നോട് നന്നായിട്ട് പെരുമാറിയത് എപ്പോഴാ? ഞാൻ ചെയ്തതെല്ലാം തെറ്റല്ലേ? പണ്ട് നിന്റെ പാരന്റ്സ് മരിച്ചുപോയപ്പോ നീ ഇവിടെ വന്ന് നിന്നപ്പോ എന്റെ പപ്പയ്ക്ക് എന്നെക്കാൾ ഇഷ്ടം നിന്നെ ആവുമെന്ന് കരുതി. അന്ന് നിന്നോട് എനിക്ക് ഭയങ്കര കുശുമ്പായിരുന്നു. ആ കുശുമ്പ് പിന്നെ എപ്പോഴോ വലിയൊരു ദേഷ്യമായി മാറി. അങ്ങനെ എനിക്ക് ദേവീനെ ഇഷ്ടമായത്. അപ്പോ നീയും അവനും കൂടെ കിസ് ചെയ്യുന്നുണ്ടപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു. ഐം സോ സോറി അന്ന. ഞാൻ കാരണം നിങ്ങളുടെ 1 വർഷം ഫുള്ള് പോയില്ല. എനിക്ക് നല്ല സങ്കടമുണ്ട്. ഐം സോ സോറി. എന്നോട് ക്ഷമിക്കോ അന്ന, പ്ലീസ്. നീ എന്തിനാ കരയുന്നേ? എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. ഞാൻ ചെയ്തതെല്ലാം തെറ്റല്ലേ? അയ്യേ, എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. വേറെ ഇങ്ങനെ കരഞ്ഞോളൂ. ഞാനിനി ദേവിനെ എന്റെ ബ്രദറായിട്ടേ കാണുള്ളൂ. ഐ ആം സോറി അന്ന. ബ്രദറൊക്കെ അവിടെ നിൽക്കട്ടെ, നീയും ഏതൊരു തമ്മിൽ എന്താ? എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെയല്ല. അപ്പൊ നീ കേക്ക് കട്ടിംഗ് സെറമണിയുടെ ഇടയ്ക്ക് എവിടെയായിരുന്നു?
അത് എന്റെ ദൈവമേ. അയ്യോ, വിചാരിക്കുന്ന പോലെയൊന്നല്ല, ഞാനെല്ലാം പറഞ്ഞു തരാം. ഇവിടെ ഒരു പട്ടിക്കുഞ്ഞിനെ പോലും കാണാനില്ലല്ലോ ദൈവമേ. ഹലോ, എന്താണ് ഈ മൂലയ്ക്ക് നിൽക്കുന്നത്? പറഞ്ഞു തരുന്നില്ല, അപ്പോഴേക്കും പട്ടി വന്നു. പോടർക്കാ, പോയി പണി നോക്ക്. അവൻ കിന്നരിക്കാൻ വന്നേക്കുന്നു. ആയിക്കോട്ടെ, ഞാൻ പോവാ. ബൈ. അയ്യോ, ദേ പോണു. ഇനി ഇതും കൂടെ പോയാൽ നാളെ രാവിലെ വരെ ഞാനിവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കേണ്ടി വരും. അതേ, ഒന്ന് നിക്കോ? അത് ഒരു ഹെൽപ്പ് വേണമായിരുന്നു. എന്റെ ഹെൽപ്പോ? എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ, ഞാൻ കേക്കാം. അത് ഒന്നുമില്ല. ശേ, അപ്പൊന്നും ഇല്ലേ? അയ്യോ, ഉണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാ തുറന്ന് പറ. നിന്റെ മനസ്സ് വായിച്ചെടുക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. എന്താ, ഡേറ്റ് ആയോ? ഇതിനാണോ ഇത്ര നാണിച്ചേ? ഞാനും കരുതി എന്തായി കിടന്ന് പരിങ്ങുന്നേന്ന്. അയ്യേ, ഇങ്ങനെയാണോ റിയാക്ട് ചെയ്യണ്ടേ? പാഡ് ഞാൻ ഒപ്പിക്കാം. നീ ലേഡീസ് ടോയ്ലറ്റിലേക്ക് പൊക്കോ. അപ്പോ അവിടേക്ക് എങ്ങനെ വരും? അവിടെ കേറാൻ പറ്റില്ലല്ലോ. എന്റെ അനിയത്തിയായ നിന്റെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാം. അവളെ ജീവനോടെ തന്നെ തിരിച്ചു തരണേ. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അല്ല, വേറൊന്നും കൊണ്ടല്ല. സാധാരണ നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ കീരിയും പാമ്പും ആണല്ലോ, അതോ അങ്ങനെ പറഞ്ഞ. ഇനിയും വൈകണ്ട, പൊക്കോ. ഇന്നാ ജെനി, പാഡ് വെച്ചോ. ഓ എമിലി, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. ഇത് നീ എന്നോടല്ലല്ലോ പറയണ്ട ആളോട് നേരിട്ട് പറഞ്ഞോ. നീ തന്നെ പറഞ്ഞോ. ഞാനിനി പറയുന്നില്ല. ഇല്ല, ഞാൻ പറയില്ല. നീ തന്നെ പറഞ്ഞാ മതി. അതെന്താ നിനക്ക് പറഞ്ഞാ? നിന്റെ വായിൽ നാവില്ലേ? ആടിയത് നീ എന്നോട് തന്നെ പറയണം. വെള്ളപ്പാട്ട് നിന്റെ കുഞ്ഞമ്മ. നോക്കിക്കൂടി, നിനക്കുള്ളത് ദൈവം തരും. അഹങ്കാരികളെ ദൈവം വാഴിക്കില്ല. കൊന്ത്രമ്പല്ലി, നീ പറയുന്നത് കേൾക്കാൻ ദൈവം കാത്തിരിക്കുവല്ലേ? പോടി പട്ടി. അവളുടെ പുച്ഛം കണ്ടില്ലേ? വേണ്ട, ഇടുത്തി വീഴാൻ ഞാൻ പ്രാർത്ഥിക്കില്ല. നിന്നെ ഉറുമ്പ് അടിച്ചു പിടിക്കും. അയ്യേ, ശപിച്ചതീ കണ്ട കളിയാക്കിയ പോലെയുണ്ട്. ചിരിക്കടി, നീ ചിരിക്കേ. അവന്റെ വാക്ക് കേട്ട് നിന്നെ സഹായിക്കാമെന്ന് എന്നെ പറഞ്ഞാൽ മതി, അല്ലാതെ ആരെയാ പറയണ്ടേ? ഓ, ഇനി ആ സാധനത്തിനോട് പോയി ഒരു താങ്ക്സ് പറയണം. കുന്തം. ഹലോ, എല്ലാം ഓക്കെ ആയോ? പ്രശ്നമൊക്കെ മാറിയോ? ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആ സിറ്റുവേഷനിൽ പെട്ടെന്ന് ഞാൻ സ്റ്റക്കായി പോയി, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുണ്ടല്ലോ, ഈ പീരിയഡ്സിനെ നോർമലൈസ് ചെയ്യണം. അതിന് ശാപമായിട്ട് കാണുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഈ പീരിയഡ്സിനെ ഒരു ശാപമായിട്ട് കാണേണ്ട ഒരാവശ്യമില്ല. അതൊരു അനുഗ്രഹമല്ലേ? പിന്നെ നീ എന്തിനാ കുറെ നേരം അവിടെ നാണിച്ചു നിന്നേ? ഇതിനെ നോർമലൈസ് ചെയ്യാൻ പഠിക്കണം, കേട്ടോ? എന്റെ കർത്താവേ, അങ്ങനെ പറഞ്ഞത് ഞാൻ വിശ്വസിക്കണോ? എന്റെ ചേനി. പിന്നല്ലാതെ. നിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ കുറെ കാലം കീരിയും പാമ്പുമായിട്ട് നടന്ന എന്റെ കാര്യവും ഞാൻ ഫ്ലാറ്റായി. മിക്കവാറും അവനത് ChatGPTയോട് ചോദിച്ച് പഠിച്ചതാവാനാ വഴി. എന്നാ ഞാനങ്ങോട്ട് നീങ്ങട്ടെ. അല്ല, 11 മണിക്ക് ഒരു വീഡിയോ കോൾ ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. ആയിക്കോട്ടെ, ഇനി ഞാൻ കാരണം ഡിസ്റ്റർബ് ആവണ്ട. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. എന്നെ പറ്റി മോശമൊന്നും വിചാരിക്കരുത്. പറഞ്ഞോടി. നീയും ദേവിയും തമ്മിൽ ഇപ്പോ വല്ല കുഴപ്പമുണ്ടോ? എന്തെങ്കിലും അടിയോ മറ്റും? അങ്ങനെയൊന്നുമില്ല. നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, പഴയ പോലത്തെ ഒരു സ്വഭാവമല്ല അവന്റെ, അതാ ഞാൻ ചോദിച്ചേ. പഴയ പോലത്തെ ചിരിയും കളിയൊന്നും ഞാൻ കണ്ടില്ല. ഇനി ഞാൻ കാരണം അത് കഴിഞ്ഞിട്ട് വല്ല മാറ്റം ഉണ്ടായോ? അങ്ങനെയൊന്നുമില്ല. നീ പോയി വീഡിയോ കോൾ ചെയ്യാൻ നോക്ക്. അല്ലെങ്കിൽ മിക്കവാറും ഒരാളിന്ന് മതില് ചാടും. പോയേ. അവള് പോയി. ഇനി നാളെ ഞാൻ എന്ത് ചെയ്യും?
ഇന്ന് ദൈവഭാഗ്യത്തിന് രക്ഷപ്പെട്ടെ. നാളെ ഇങ്ങനെ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അന്നമ്മോ, ആഹോ ഇവിടെ കിടന്ന് ഉറങ്ങുവാ. എന്റെ പൊന്നമ്മ, ഒന്ന് എഴുന്നേറ്റേ. എത്ര മണിയായെന്ന് വല്ല വിചാരമുണ്ടോ? 5 more minutes, man. നിന്നെ രാവിലെ തന്നെ അവിടെ എത്തിക്കണമെന്ന് അറിയിത്താൻ്റെ ഓർഡർ. അതിന് ഞാൻ എന്ത് വേണം? തല കുത്തി നിൽക്കണോ? ഓർഡർ എങ്ങാനും തെറ്റിച്ചാ പിന്നെ എന്റെ തല പോവും. വേഗം ഇറങ്ങാൻ നോക്ക്. ഹലോ, എന്താ നീ ഇങ്ങോട്ട് വരാന്നോ? ആ, അപ്പൊ ഞാൻ കൊണ്ടുവരണ്ടല്ലേ? ഓക്കേടാ, ശരി. ഇനി നീ എപ്പ വേണമെങ്കിലും ഇഷ്ടമനുസരിച്ച് റെഡി ആയിക്കോ. കാരണം ഞാനല്ല കൊണ്ടാക്കുന്നേ, അവൻ ഇങ്ങോട്ട് വരുക. വേണമെങ്കിൽ റെഡിയായി നിന്നോ. ശരി എന്നാ, ബൈ. എന്റെ ദൈവമേ, അതിങ്ങോട്ട് വരാൻ പോവുക. സമയമായല്ലോ, ഇവൻ എന്താ വരാത്തെ? അന്ന, ബൈ. നിങ്ങൾ ഫ്രണ്ട്സായോ? ഇതൊക്കെ എപ്പോ? ആ, അതൊക്കെ നടന്നു. അന്നമോളെ, നിനക്ക് ഏത് സമയം വേണമെങ്കിലും ഇവിടെ വരാട്ടോ. ആയിക്കോട്ടെ. അന്നക്കുട്ടി, ബൈ. സ്ഥലം എത്തിയെന്നറിയാനുള്ള ബോധം പോലും നിനക്കില്ലേ? എന്താ നോക്കുന്നേ? അങ്ങനെ 1 വർഷം ഫുള്ള് ഞാൻ കാത്തിരുന്ന ആ ദിവസം കിട്ടി. ഓ, ജെറി. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? അന്നമ്മ എന്തിയെ? എനിക്കറിയില്ല. നിനക്കറിയില്ലേ? ഞാൻ കരുതി ഇവിടെ ഉണ്ടാവുമെന്ന്. ഓ, ഞാൻ വന്നെന്താന്ന് വെച്ചാ ജെനിയുടെ കാര്യം പറയാനാ. എന്ത് ജെനിയുടെ കാര്യം? അവൾ നിന്നോടത് പറഞ്ഞില്ലേ? ഇല്ല. അപ്പൊ നിങ്ങൾ ബ്രേക്കപ്പ് ആയതിന്റെ കാരണം ജെനിയാന്ന് നിനക്കറിയില്ലായിരുന്നു? അല്ലാതെ എനിക്ക് ടൈം പാസ്സാന്ന് പറഞ്ഞോണ്ടല്ലേ? അല്ല, അന്ന എവിടെയാന്ന് എനിക്ക് അറിയില്ല. ജെറി, നീ വിചാരിക്കുന്ന പോലെയല്ല. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. മിസ്റ്റേക്കോ? കൊള്ളാം. അന്ന എവിടെ പോയിന്ന് എന്നോടാണോ ചോദിക്കണ്ടേ? നായിന്റെ മോനെ, എന്റെ കൊച്ചിനെന്തെങ്കിലും പറ്റിയാണ്ടല്ലോ പച്ചക്ക് കത്തിക്ക് ഞാൻ നിന്നെ.